ഹലോ, അപ്പോൾ നമ്മൾ അന്ന് പോയിട്ടുണ്ടായിരുന്ന ആ ഹോസ്പിറ്റൽ വ്ളോഗിൻ്റെ സെക്കൻഡ് പാട്ടാണ്ടത്. വേറെ നല്ല അപ്പോൾ ഇവന് വേറെയുടെ ആയിരുന്നു വയറുവേദന. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടി കൊണ്ടുചെല്ലാൻ മാറ്റുണ്ടായിരുന്നു. പിന്നെ എനിക്കും ശ്വാസമുട്ടിന് ഡോക്ടറെ കണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾക്ക് രണ്ട് കൊടുത്താണ് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് കാട്ടൂരും പിന്നെ വലപ്പാടുമാണ്. അപ്പോൾ കാട്ടൂർ പോയി അതിന് ശേഷം തൃപ്രയാർ ഒന്ന് പോകണമായിരുന്നു. അങ്ങനെ തൃപ്രയാർ പോയി അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ബസ് കയറി വലപ്പാട് വന്ന് വലപ്പാട് നിന്ന് ഞങ്ങൾ കുരിശുപള്ളി വരെ നടക്കുന്നതായിട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പണ്ട് ചെറുപ്പകാലത്ത് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാട്ടൂർ ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ ഞങ്ങൾ വയറുവേദന, ചെവിവേദന, ഈ സ്കൂളിൽ പോകാണ്ടിരിക്കാനുള്ള മടി എല്ലാ വേദനകൾക്കും മിക്കവാറും ദിവസങ്ങൾ ഓടി വരുന്നത് കാട്ടൂര്, വലപ്പാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും. ഏവൻ്റെ ഈ കളിയും ചിരിയും പുല്ലിനോടും പുൽപ്പിനോടുള്ള വർത്താനൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ കുരിശുപള്ളി അവിടെ നിന്ന് വരെ ഈ നടത്തങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു മെമ്മറി വെച്ചിട്ട് നമുക്കൊരു ജീരസോട, ഒരു പരിപ്പോട, ഈ സാധനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും. അവിടെ മറ്റു ഇവിടെ വരെ നടക്കണമല്ലോ, ഓരോ കഥകളും പറഞ്ഞ് എങ്ങനെ അവരോട് ഇവരോടും വർത്താനമായിട്ടൊക്കെയാണ് നടക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുള്ള യാത്രകളായിരുന്നു അതൊക്കെ. അയ്യോ, ഇപ്പോൾ തന്നെ കൊന്നേനെ ചേട്ടൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. ഇതിന് മുന്നത്തെ ദിവസം ഇത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ടോക്കണൊക്കെ എടുത്തോടെ ഇരുന്നു. ടോക്കൺ എടുക്കുന്ന ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ നീണ്ട ക്യൂലാണ് നിൽക്കേണ്ടത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ ബസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് എന്ത് പ്രശ്നങ്ങളും കാര്യങ്ങളും നമുക്ക് എന്ത് ആവശ്യങ്ങളും വന്നു കഴിഞ്ഞാൽ നമ്മൾ ആശ്രയിക്കുന്നത് ബസ്സിനെയാണ്. പക്ഷേ ഇപ്പോഴത്തെ നമുക്ക് എന്തെങ്കിലും കാര്യം വരുമ്പോൾ വീട്ടിൽ നിന്ന് ചെറുപ്പിടാൻ നേരെ ബൈക്കിൽ കയറിയിരിക്കുക അല്ലെങ്കിൽ കാറിൽ കയറിയിരിക്കുക, ഇതൊക്കെയാണല്ലോ അവരുടെ മെയിനായിട്ടുള്ള യാത്രാ സൗകര്യങ്ങൾ ഒക്കെ ആയിട്ടുണ്ട് കൂടുതലായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഈ ബസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ആകാംക്ഷയോട് കൂടിയിട്ടാണ് കൂടുതലായിട്ടും. പക്ഷേ എൻ്റെ മോനാണെങ്കിൽ കുറേ ബസ്സിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് അതിനൊരു ദിവസം. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം എന്നോട് എൻ്റെ മുമ്പ് പറഞ്ഞു എനിക്കിനി ബസ്സിൽ പോകേണ്ട വെച്ച് നമുക്ക് നടന്നു പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവൻ്റെ അഭ്യർത്ഥന മനസ്സിൽ നടന്നു പോകാൻ തീരുമാനിച്ചു. ആ നടത്തത്തിൽ ഞാൻ കണ്ടുമുട്ടിയതാണ് ഈ ഒരു ഐറ്റം. ഇത് വേഗം തന്നെ ഞാനൊരു വീഡിയോ എടുത്ത് വെച്ച് വേർന്നല്ല. ഈ അടുത്ത് ഞങ്ങളിവിടെ ഇതുപോലെ ഒരു ഐറ്റം വൈറലായിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെ വൈറലായാലോ, ഞാനായിട്ട് ആദ്യമായിട്ട് വീഡിയോ എടുത്തത്.